ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഗംഭീര റാലി, 4 മാസത്തെ ഹൈ. റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് കോൺട്രിബ്യൂട്ട് ചെയ്തു, ബാങ്ക് ഉൾപ്പെടെയുള്ള കമ്പനീസ് കോൺട്രിബ്യൂട്ട് ചെയ്തു. 25,600 ഇൻട്രാഡേ ഹൈ ടെസ്റ്റ് ചെയ്ത ദിവസമാണ്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ യു എസിൽ അവിടുത്തെ ലോക്കൽ ബാങ്കുകൾക്ക് ഒരു ക്രൈസിസ് വന്നു എന്നുള്ള ന്യൂസും യു എസ് വിക്സ് സ്പൈക്ക് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് യു എസ് മാർക്കറ്റ് ഫോളാണ്. നമുക്കത് വഴി നോക്കാം. അതേപോലെ ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുള്ള ഒരു ദിവസമാണ്. ഇതിൽ അനുപം രസായൻ, അതുൽ, എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക്, ബജാജ് ഹെൽത്ത് കെയർ, ബാങ്ക് ഓഫ് ഇന്ത്യ, സിയറ്റ്, സെൻട്രൽ ബാങ്ക്, ഡാൽമിയ ഭാരത്, ഡി സി ബി ബാങ്ക്, ഡിക്സൺ ടെക്ക്, ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ്, ഹാവൽസ്, എച്ച് എഫ് സി എൽ, ഇമാന്തിരി സ്പെഷ്യാലിറ്റി കെമിക്കൽ, ഇന്ത്യ സിമെൻറ്റ്, ഇന്ത്യ മാർട്ട് ഇൻ്റർമിഷ്, ജിൻഡാൽ സോൾ കമ്പനി, ജി എസ് ഡബ്ല്യു എനർജി, ജി എസ് ഡബ്ല്യു സ്റ്റീൽ, L&T ടെക്നോളജി, നെൽക്കോ, ഒറാക്കിൾ ഫിനാൻസ് സർവീസ്, ഓറിയൻറ്റ് ഇലക്ട്രിക്, പോളിക്യാബ്, പൂൻവാല ഫിൻകോർപ്പ്, പി എസ് പി പ്രൊജക്റ്റ്, പി വി ആർ ഇനോക്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. റിലയൻസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് ഇന്ന്. അതുപോലെ ശോഭ റിയാലിറ്റീസ്, ഒരുപാട് കമ്പനീസ്. ഈ റിലയൻസ് ഉണ്ടല്ലോ, പിന്നെ ബാക്കി പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പിടി കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. റിലയൻസിൻ്റെ റിസൾട്ടൊക്കെ മാർക്കറ്റ് ക്ലോസിന് ശേഷമായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കാര്യം നോക്കാം. ഏറ്റവും താഴെ യു എസ് വിക്സ് ഏകദേശം 18 പോയിൻ്റ് പോയിൻ്റാണ് ഉയർന്നത്. 36 നിൽക്കുകയാണ്. പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 96%. നാസ്ഡാക്ക് ക്രാഷ് ചെയ്തു, ഡോ ക്രാഷ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റിൽ എന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കാണാൻ 25,617. നമുക്ക് ക്ലോസ് ഉണ്ടായിരുന്നത് 25,651. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റാണ്. ഡോ ഫ്യൂച്ചർ ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ബിറ്റ് കോയിനും $2,000 ഇടിഞ്ഞിട്ടുണ്ട്. ഇതാണ് യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ. ഇൻഫോസിസിൻ്റെയും വിപ്രോയുടെയും റിസൾട്ടിന് ശേഷം അവിടെ ഇൻഫോസിസും 2%, വിപ്രോയും 2% ഇടിവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഫിയുടെയും വിപ്രോയുടെയും റിസൾട്ട് നമ്മൾ ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്താണ്. അതിലേക്ക് പോകുന്നില്ല. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, ന്യൂസുകൾ മാത്രം. അലോക് ഇൻഡസ്ട്രീസ് 262 കോടി രൂപ നഷ്ടം, 162 കോടി രൂപ നഷ്ടത്തിലേക്ക് കുറച്ചു. ഇത്തവണ നഷ്ടമാണ്. സിയൻറ്റ് 154 കോടി രൂപയിൽ നിന്ന് 127 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞു. കൽപാത്രൂ പവർ കമ്പനി അവരുടെ സെയിൽസ് 90% ഒരു വളർച്ച കൈവരിച്ചു. L&T മൈൻട്രി കമ്പനി 12% നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. 1,254 നിന്ന് 1,400 കോടി രൂപയിലേക്ക് ഉയർന്നു. BML കമ്പനി കെൻകോ ആയിട്ടൊരു പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. പഞ്ചാബ് സിന്ധ് ബാങ്ക് 240 കോടി രൂപയിൽ നിന്ന് 294 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ചോയ്സ് ഇൻ്റർനാഷണൽ കമ്പനി 34 കോടി രൂപയിൽ നിന്ന് 48 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. വാരിസ് എനർജി കമ്പനി 361 നിന്ന് 843 പ്രോഫിറ്റ് ഉയർന്നു. വിക്രം സോളാർ കമ്പനി 108 നിന്ന് 128 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ആൻ്റണി വേസ്റ്റ് കമ്പനി 13% റവന്യൂ ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഉള്ള ന്യൂസുകൾ. നേരത്തെ കണ്ട പോലെ തന്നെ യു എസിലെ റീജിയണൽ ബാങ്ക്, ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് യു എസ് ബാങ്കുകൾക്ക് പ്രശ്നം. ഇത്തവണയും ചൈനയായിട്ടുള്ള ട്രേഡിൻ്റെ ഫലമായി അവിടുത്തെ ക്രെഡിറ്റ് റേറ്റിങ്ങും അങ്ങനത്തെ ലോക്കൽ ഇഷ്യൂസ് കാരണം യു എസ് ബാങ്കിങ് മേഖലയിൽ ഒരു ഇടിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. വെള്ളിയാഴ്ച ദിവസമാണ്. റിലയൻസിൻ്റെയും റിസൾട്ട് വരുന്ന ദിവസമാണ്. താങ്ക് യു.